നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LP-UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സൈക്കോളജിയുടെ ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. വ്യക്തിത്വം നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ പറയുന്ന എന്താണ്, ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അതിനകത്ത് വരികയും ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനും ഉണ്ട് അല്ലെ. അതിനകത്ത് ട്രേറ്റ് അപ്രോച്ച് വരുന്നുണ്ട്, ടൈപ്പ് അപ്രോച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വരുന്നുണ്ട്, സൈക്കോസെക്യുലർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വരുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ പേഴ്സണാലിറ്റി എങ്ങനെ നമുക്ക് വിലയിരുത്താം, ടെക്നിക്സ് കുറച്ച് പ്രൊജക്റ്റീവ് ടെക്നിക്സ്, സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വലിയ ടോപ്പിക്കാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് കവർ ചെയ്ത് പോവുകയാണ്. അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൻ്റെ ഫസ്റ്റ് ആയിരിക്കും. ബാക്കി പതിയെ എന്ത് ചെയ്യും, ഓരോരോ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകും. അതിന്റെ ഫസ്റ്റത്തെ ഏതാണ് ടൈപ്പ് അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ആദ്യം വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് നോക്കാം. വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന പദം ലാറ്റിൻ പദമായ പെർസോണ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പെർസോണ എന്ന വാക്ക് നാടക നടന്മാർ ഉപയോഗിച്ചിരുന്ന മുഖാവരണം, മാസ്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം ആദ്യം പഠിക്കേണ്ടത് വ്യക്തിത്വം എന്ന് പറയുന്ന വാക്ക് ഇതിൽ നിന്ന് തന്നെയാണ്. പെർസോണ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്, ലാറ്റിൻ പദമാണ്. പെർസോണ എന്ന വാക്ക് നാടക നടന്മാർ ഉപയോഗിച്ചിരുന്ന മുഖാവരണം, മാസ്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഒരു വ്യക്തിയുടെ സവിശേഷമായ ചിന്തയെയും വ്യവഹാരത്തെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞത് GW ആൽപോർട്ട് ആണ്. ആൽപോർട്ട് ഇനിയും ഡെഫിനിഷൻസ് പറയാം. അപ്പൊ ഇതില് ചലനാത്മകത എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. അതായത് ഒരു വ്യക്തിയുടെ സവിശേഷമായ ചിന്തയെയും വ്യവഹാരത്തെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ, ഏതൊക്കെയാണ് കായികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള വ്യവസ്ഥയുടെ ചലനാത്മകമായ എന്താണ്, ആന്തരിക ഘടനയാണ്. ചലനാത്മക ഡൈനാമിക് ആയിട്ടുള്ള എന്താണ്, ഇന്റേണൽ സ്ട്രക്ചറിനെയാണ് വ്യക്തിത്വം എന്ന് വിളിച്ചത് ആരാണ്, ആൽപോർട്ട് ആണ്, GW ആൽപോർട്ട് ആണ്. അപ്പൊ ഇതില് ഒരു വ്യക്തിയുടെ സവിശേഷമായ ചിന്തയെയും വ്യവഹാരത്തെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് വിളിച്ചതെന്ന് ആര് ചോദിച്ചാൽ ആരാണ്, GW ആൽപോർട്ട് ആണ്. ഇനി വ്യക്തിത്വത്തിന്റെ പൊതു സ്വഭാവം എന്താണ്? ഒന്നൊന്ന് ഡൈനാമിക് ആണ്, ചലനാത്മകമാണ്. വ്യക്തിത്വം എന്താണ്, ഡൈനാമിക് ആണ്, ചലനാത്മകമാണ്. സംഘടിതമായ ഒരു വ്യവസ്ഥ വ്യക്തിത്വത്തിനുണ്ട്, തനിമയുണ്ട്, യുണീക്നെസ് ഉണ്ടാവും. നമ്മളെല്ലാം പേഴ്സണാലിറ്റി എന്താണ്, യുണീക്ക് ആണ്, എല്ലാവരും ഒരുപോലെ അല്ല. അത് ഡൈനാമിക് ആണ്, ചലനാത്മകമാണ്, സംഘടിതമായ ഒരു വ്യവസ്ഥയാണ് എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ആൾക്കാർ പറഞ്ഞ ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞു പോകാം. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ മൊത്തമായിട്ടുള്ളതാണ്, അതുപോലെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ട ആരാണ്, ഉഡ്സ്വർത്ത്. മൊത്തം എന്ന് പറഞ്ഞ ആരാണ്, ഉഡ്സ്വർത്ത്. മൊത്തത്തിൽ പറഞ്ഞത് ഉഡ്സ്വർത്ത്. അതായത് ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് RS ഉഡ്സ്വർത്ത് ആണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് അതാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് കാറ്റലാണ്. അതായത് ഒരു പ്രത്യേക സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ പെരുമാറും എന്ന്, ഇപ്പൊ ഒരു സ്ഥിരമായ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഒരു കരയുന്ന വ്യക്തിയാണ് അദ്ദേഹം, ഇനി ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ കരയുമെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല. കാര്യം എന്താണ്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുമെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്തോ അതാണ് എന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞ ആരാണ്, RB കാറ്റലാണ്. മൊത്തം ഉള്ള പെരുമാറ്റത്തിന്റെ ഗുണപരം എന്ന് പറഞ്ഞ ആരാണ്, ഉഡ്സ്വർത്ത് ആണെങ്കിൽ പ്രത്യേക സന്ദർഭത്തെ പറ്റി പറഞ്ഞ ആരാണ്, RB കാറ്റലാണ്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടന. നേരത്തെ പഠിച്ചാണ് എന്താണ് ചലനാത്മകമായ ആന്തരിക ഘടന, ആരാണ്, ആൽപോർട്ട് ആണ്. ഓക്കെ, മൂന്ന് പേര്, ഉഡ്സ്വർത്ത്, കാറ്റൽ, ആൽപോർട്ട്. ഇവരെയൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വരുന്ന വീഡിയോകളിൽ എന്ത് ചെയ്യും, ഇവരെയൊക്കെ പരിചയപ്പെടും. ഇനി വ്യക്തിത്വം ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയും വികാരങ്ങളെയും നിർണ്ണയിക്കുന്ന മാനസിക, നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുകയാണ്, അതിനെയാണ് എന്ത് വിളിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് കേട്ടോ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2 ഘടകങ്ങളും ഉണ്ട്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടറും ഉണ്ട്, ഒന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ജൈവിക ഘടകങ്ങളുണ്ട്, സാഹചര്യ ഘടകങ്ങളുണ്ട്. നമുക്കറിയാം ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ പേഴ്സണാലിറ്റി സ്വാധീനിക്കുന്ന ഒരുപാട് ജനനം വഴി കിട്ടുന്ന ഒരു ജൈവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന എന്തുണ്ടായിരിക്കും, കുറച്ച് ഫാക്ടേഴ്സ് കാണും. സാഹചര്യങ്ങളാൽ ഉണ്ടാകുന്ന എന്തുണ്ടായിരിക്കും, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ജൈവിക ഘടകങ്ങൾ, അതായത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത് ജൈവ ഏതൊക്കെയാണ്, ശാരീരികാവസ്ഥ, നമ്മുടെ ശാരീരികാവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പാരമ്പര്യം എന്നിവ. ഇതുവഴി നമുക്ക് എന്തുണ്ടാകുന്നു, നമ്മുടെ വ്യക്തിത്വ ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വ്യക്തിത്വത്തെ സ്വാധീനിക്കാറുണ്ട്. ഇതിനെ വിളിക്കുന്ന ഘടകമാണ് എന്തെന്ന്, ജൈവിക ഘടകങ്ങൾ, ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്, സാഹചര്യ ഘടകങ്ങളും ഉണ്ട്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്, കുടുംബം, വിദ്യാലയങ്ങൾ, മാധ്യമങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ, സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. 2 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാം, ഒന്ന് ജൈവിക ഘടകങ്ങളും ഒന്ന് സാഹചര്യ ഘടകങ്ങൾ. 2ഉം മറക്കല്ല. ഓക്കെ, പരിപക്വത വ്യക്തിത്വം എന്താണ്, മെച്യൂർഡ് പേഴ്സണാലിറ്റി. ഒരാളുടെ മെച്യൂർഡ് പേഴ്സണാലിറ്റി ആണ് നമുക്ക് പറയണം എങ്കിൽ നമുക്ക് എങ്ങനെ പറയണം, ഈ 6 കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരാളുടെ
മെച്യൂർഡ് പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ പരിപക്വത്വ വ്യക്തിത്വമാണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആൽപോർട്ട് 6 കാര്യങ്ങളെ പറ്റി പറയുന്നത്. അപ്പം ആൽപോർട്ടാണ് അതിനെ പറ്റി പറയുന്നത് കേട്ടോ. ആൽപോർട്ട് എന്ത് ചെയ്യുന്നു? 6 കാര്യങ്ങളെ പറ്റി പറയുന്നു. ഒന്ന്, വിപുലീകൃതാഹം. ഒരാൾക്ക് വിപുലീകൃതാഹം ഉണ്ടെങ്കിൽ, എക്സ്റ്റൻഡ് സെൽഫ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റി ആണെന്ന് പറയാം. ഊഷ്മള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, എന്താണ്, വാം റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ, റിലേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് മാത്രം ഉണ്ടായപ്പോൾ ഒരു 6 വേണം. അതുപോലെ തന്നെ ആത്മസന്തുലനം വേണം, സെൽഫ് റെഗുലേഷൻ ഉണ്ടായിരിക്കണം, യാഥാർത്ഥ്യ ബോധം റിയലിസ്റ്റിക് പെർസെപ്ഷൻ ഉണ്ടായിരിക്കണം, ആത്മധാരണ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഏകാത്മക ജീവിത ദർശനം യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ്. ഇങ്ങനെയുള്ള 6 കാര്യങ്ങളുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? മെച്യൂർഡ് പേഴ്സണാലിറ്റി ആണെന്ന് വിളിക്കാം. നമ്മൾ പക്ഷെ അങ്ങനെ ഇതൊന്നും നോക്കിയിട്ടായിരിക്കില്ല വിളിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞ ആരാണ്? ആൽപോർട്ടാണ് ഒരു പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു പരിപക്വ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ മെച്യൂർഡ് പേഴ്സണാലിറ്റി വിശദീകരിച്ച ആൽപോർട്ടാണ്. ഒരാൾക്ക് വിപുലീകൃത അഹമുണ്ടെങ്കിൽ, ഊഷ്മള ബന്ധങ്ങളുണ്ടെങ്കിൽ, ആത്മസന്തുലനം ഉണ്ടെങ്കിൽ, യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ, ആത്മധാരണയുണ്ടെങ്കിൽ, ഏകാത്മക ജീവിത ദർശനമുണ്ടെങ്കിൽ, ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. വിപുലീകൃത അഹമുണ്ടോ? ഊഷ്മള ബന്ധങ്ങളുണ്ടോ? ആത്മസന്തുലനമുണ്ടോ? യാഥാർത്ഥ്യ ബോധമുണ്ടോ? ആത്മധാരണയുണ്ടോ? ഏകാത്മക ജീവിത ദർശനം. ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി നമുക്ക് എന്ത് വിളിക്കാം? പരിപക്വ വ്യക്തിത്വമുള്ള വ്യക്തി എന്ന് വിളിക്കാം. ആരാ ഇതിനെ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്ന? ആൽപോർട്ടാണ്. ഇനി ഓരോന്നായിട്ട് പറഞ്ഞു തരാം. വിപുലീകൃത അഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ താല്പര്യവും ക്ഷേമവും തന്റേതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാല ചിന്തയാണ് വിപുലീകൃതാഹം എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറയും വിപുലീകൃതാഹം. അതായത് മറ്റുള്ളവരുടെ താല്പര്യവും ക്ഷേമവും തന്റേതുപോലെ തന്നെ പരിഗണിക്കുന്ന വ്യക്തിക്ക് ഒരു രീതി എന്ത് വിളിക്കാം? വിപുലീകൃതാഹം എന്ന് വിളിക്കാം. ഇനി ഊഷ്മള ബന്ധങ്ങൾ, മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പരിപക്വ വ്യക്തിത്വത്തിന്റെ ഉടമകൾ ശ്രമിക്കാറുണ്ട്. മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്ത് ചെയ്യാറുണ്ട്? നല്ല ഊഷ്മള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി ആത്മസന്തുലനം, സംഘർഷവേളകളിൽ സഹിഷ്ണുത പ്രകടിപ്പിക്കുകയും തന്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുക. അതായത് എപ്പോഴും നമ്മൾ എന്താണ് ആത്മസന്തുലനം പാലിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച് എന്താണ് ഒരു ആത്മസന്തുലനം പാലിക്കുന്ന വ്യക്തി ആയിരിക്കണം മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യില്ല? അതിവൈകാരികത പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ്. സെൽഫ് കൺട്രോൾ, ബേസിക്കലി പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ആണ്. സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം, ആത്മസന്തുലനം ഉണ്ടായിരിക്കണം. ഇനി പറയുന്നത് യാഥാർത്ഥ്യ ബോധം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർസെപ്ഷൻ. സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യഥാർത്ഥ ബോധത്തോടെ കൈകാര്യം ചെയ്യണം. നമുക്ക് എന്താണ് യഥാർത്ഥ ബോധം ഉണ്ടായിരിക്കണം. ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റിക്ക് എന്തുണ്ടായിരിക്കണം? യഥാർത്ഥ ബോധം ഉണ്ടായിരിക്കണം. ഇനി ആത്മധാരണ അല്ലെങ്കിൽ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിനെ ആത്മധാരണ എന്ന് പറയും. ഇപ്പൊ ഈ പ്രീതി കാണിക്കുന്നില്ല, പൂച്ച കണ്ണടിൽ നോക്കിയിട്ട് ഞാൻ സിംഹമാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, പൂച്ച തന്നെയാണ്. ഇപ്പൊ സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന വ്യക്തി എന്ത് വിളിക്കാം? ആത്മധാരണയുള്ള വ്യക്തി. അത് അയാൾ ആരായിരിക്കും? മെച്യൂർഡ് പേഴ്സൺ ആയിരിക്കും. ഇനി ഏകാത്മക ജീവിത ദർശനം ഉണ്ടായിരിക്കണം. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ ആത്മസംതൃപ്തിക്കനുസരിച്ച് വികസിപ്പിച്ചെടുത്ത അംഗീകൃതവും ഏകാത്മകവും ആയ ജീവിത ദർശനം പുലർത്തുന്നതിനെ എന്താണ് ഏകാത്മക ജീവിത ദർശനം എന്ന് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി നമുക്ക് എന്ത് വിളിക്കാം? മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു ടോപ്പിക്. ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? വ്യക്തിത്വത്തെ കുറിച്ചുള്ള അപ്രോച്ചുകളിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ അപ്രോച്ചുകൾ എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തിത്വത്തിന്റെ ഘടനയും വികാസവും വിശദീകരിക്കുന്ന പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങൾ. ഒന്ന്, ഇന സമീപനം അല്ലെങ്കിൽ ടൈപ്പ് ആണ് ഇനം എന്ന് പറയുന്നത്. ട്രൈറ്റ് ആണ് സവിശേഷകം എന്ന് പറയുന്നത്. പഠിച്ചിരിക്കുക. ട്രൈറ്റ് അപ്രോച്ചിനെ സവിശേഷക സമീപനം എന്ന് പറയും. മലയാളത്തിലാണ് പരീക്ഷ വരുന്നത്. സവിശേഷക സമീപനം എന്ന് പഠിക്കുക. സൈക്കോ അനലിറ്റിക്സ് അപ്രോച്ച് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണല്ലേ. സൈക്കോ അനലൈസിസ് എന്ന് പറയുന്നത്, അനാലിസിസ് എന്ന് പറയുന്ന ആരുടെയാണ്? മനോവിശ്ലേഷണ സമീപനമാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ് മനോവിശ്ലേഷണ സമീപനം. ഓക്കെ, ഇനി മാനവികത സമീപനം, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ വരുന്നത്. പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. 4 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ പറയുന്ന രീതിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇന സമീപനം അഥവാ ടൈപ്പ് അപ്രോച്ച് ആണ്. ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടന, ഭക്ഷണ രീതി എന്നിവ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നുവെന്ന് ഈ സമീപനം പരാമർശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ബാഹ്യം, എക്സ്റ്റേണൽ കാര്യങ്ങളും ആന്തരികം, ഇന്റേണൽ എന്താണ് ശരീരഘടനയും, എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള ശരീരഘടന, അതുപോലെ ഭക്ഷണ രീതി എന്നിവ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ശരീരപ്രകൃതവും നിങ്ങളുടെ വ്യക്തിത്വമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഏതിൽ വരുന്നതാണ്? ഇന സമീപനം അഥവാ ടൈപ്പ് അപ്രോച്ച്. ഇത് ആരുടെയാണെന്നല്ല, ഈ ഇന സമീപനത്തിൽ നമുക്ക് 3 ആൾക്കാരെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇന സമീപന വ്യക്തിത്വത്തെ നിർണ്ണയം നടത്തുന്ന പ്രതിഭാശാലികൾ 3 പേരാണ്. ഹിപ്പോക്രാറ്റസ് വരുന്നുണ്ട്, ഷെൽഡൻ വരുന്നുണ്ട്, ക്രഷ്മർ വരുന്നുണ്ട്. 3 പേര്. ഹിപ്പോക്രാറ്റസ്, ക്രഷ്മർ, ഷെൽഡൻ. 3 പേരെ പേര് പഠിക്കുക. ഹിപ്പോക്രാറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ അല്ലെങ്കിൽ ക്രഷ്മർ, ഷെൽഡൻ. ഇങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. 3 പേരാണ് ഇവിടെ വരുന്നത് ടൈപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ ഇന സമീപനത്തിൽ വരുന്നത്.
ഹിപ്പോക്രാറ്റസ് എന്ത് പറഞ്ഞു? മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എന്താണ്? 4 തരം രസങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഒന്ന് രക്തമുണ്ട്, മഞ്ഞപ്പിത്ത രസമുണ്ട്, ശ്ലേഷ്മമുണ്ട്, കറുത്ത പിത്തരസമുണ്ട്. 4 കാര്യങ്ങൾ പഠിക്കുക. അതായത് രക്തമുണ്ട്, മഞ്ഞപ്പിത്ത രസമുണ്ട്, ശ്ലേഷ്മമുണ്ട്, കറുത്ത പിത്തരസമുണ്ട്. ഹിപ്പോക്രാറ്റസ് പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ട്. രക്തമുണ്ട്, മഞ്ഞപ്പിത്ത രസമുണ്ട്, ശ്ലേഷ്മമുണ്ട്, കറുത്ത പിത്തരസമുണ്ട്. ആ വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം ഏതാണ്? ഇതിൽ ഏതാണോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് അല്ലെങ്കിൽ സവിശേഷ സ്വഭാവം നൽകുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നത്. ഇതിൽ ഏതാണോ ഒരാൾക്ക് കൂടുതലുള്ളത് അതിന്റെ സ്വഭാവമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ആര്? ഹിപ്പോക്രാറ്റസ്. 4 തിരിക്കുന്നു: രക്തം, മഞ്ഞപ്പിത്ത രസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം. ഇതിൽ ഏതാണോ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് അതായിരിക്കും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലെ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്ന് ആര് പറയുന്നു? ഹിപ്പോക്രാറ്റസ് പറയുന്നു. കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ രക്തം കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ ചോരത്തിളപ്പുള്ളവനായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇത് രക്തം ഇന്റേണൽ ആയതുകൊണ്ട് നമുക്കത് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് അടുത്തിൽ നമുക്ക് നോക്കാം. രക്തം ചോരത്തിളപ്പുള്ളവനായിരിക്കും, ഉത്സാഹമുള്ള ആൾക്കാരായിരിക്കും, ശുഭപ്രതീക്ഷയുള്ള വ്യക്തിയായിരിക്കും. അതായത് രക്തം കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന രസങ്ങളിൽ രക്തമാണ് അദ്ദേഹത്തിന് കൂടുതലെങ്കിൽ അയാൾ ചോരത്തിളപ്പുള്ളവനായിരിക്കും, ഉല്ലാസപ്രിയനായിരിക്കും, അല്ലെങ്കിൽ ശുഭപ്രതീക്ഷയുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇനി മഞ്ഞപ്പിത്ത രസമാണ് കൂടുതലെങ്കിൽ പിത്തക്കൂറുള്ളവനായിരിക്കും. പിത്തക്കൂറുള്ളവരെന്ന് വെച്ചാൽ ശുണ്ടി പിടിക്കൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം, മുൻകോപമുള്ള വ്യക്തികളാണ് ഇവിടെ വരുന്നത് മഞ്ഞപ്പിത്ത രസത്തിൽ വരുന്നത്. പിത്തക്കൂറുള്ളവരായിരിക്കും. മഞ്ഞപ്പിത്ത രസമുള്ള ആൾക്കാർ എന്തായിരിക്കും? പിത്തക്കൂറുള്ളവരായിരിക്കും, ചുണ്ടി പിടിക്കുന്ന ആൾക്കാരായിരിക്കും, മുൻകോപമുള്ള ആൾക്കാർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ ഉല്ലാസം അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ചോരത്തിലുള്ള ആൾക്കാരാണല്ലോ, ഇവർ എന്തുകൊണ്ടായിരിക്കും? രക്തം കൂടുതലായിരിക്കും. അപ്പോൾ ഒരാളുടെ പേര് മനസ്സിലാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് മഞ്ഞപ്പിത്ത രസം, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം അല്ലെങ്കിൽ ചുണ്ടി പിടിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് വരും? ഏതിൽ വരും? അവർ മഞ്ഞപ്പിത്ത രസമുള്ള ആൾക്കാർക്ക്. ഇനി ശ്ലേഷ്മം, അലസമായ പെരുമാറ്റമുള്ളവർ. നിങ്ങളുടെ കൂട്ടത്തിൽ അലസമായ ആൾക്കാർ കാണും. അവർക്ക് ഏതായിരിക്കും കൂടുതൽ? ശ്ലേഷ്മമായിരിക്കും കൂടുതൽ. തണുപ്പൻ രീതി, മാന്യം, അലസത ഉള്ള വ്യക്തികൾ കാണുമല്ലോ ക്ലാസ്സിൽ. അവരാരാണ്? നിങ്ങളുടെ കൂടെ പഠിച്ച കൂട്ടുകാർ കാണുമല്ലോ. അവരാരാണ്? ഈ പറയുന്ന അലസമായ പെരുമാറ്റമുള്ളവരാണ്. ഇനി കറുത്ത പിത്തരസമുള്ള ആൾക്കാര് വിഷാദാത്മകളാണ്. അവർക്ക് വിഷമമായിരിക്കും അല്ലെ, നിരാശാബോധം, അശുഭചിന്ത, ഇങ്ങനെയുള്ള നല്ല ചിന്തയൊന്നുമല്ല, അശുഭചിന്തയൊക്കെയാണ് അവർക്കുള്ളത്. പോസിറ്റീവ് എന്താണ് ഈ പറയുന്ന പോസിറ്റീവ് ചിന്തയൊന്നും ആയിരിക്കും ചിലവർക്കുള്ളത് അല്ലെ. അപ്പൊ 4 കാറ്റഗറി ആയിട്ടാണ് ആര് തിരിച്ചിരിക്കുന്നത്? ഹിപ്പോക്രാറ്റസ് തിരിച്ചിരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ: ഒന്ന് രക്തമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന ചോരത്തിലപ്പുള്ളവരും, മഞ്ഞപ്പിത്തമാണെങ്കിൽ പിത്തക്കൂറുള്ളവരും, ശ്ലേഷ്മമാണെങ്കിൽ അലസത, കറുത്ത പിത്തരസമാണെങ്കിൽ വിഷാദാത്മകൾ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന 4 ഫ്രണ്ട്സ്, വ്യത്യസ്തമായ ഫ്രണ്ട്സുകളെ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ഒന്ന് തിരിച്ചു നോക്കാം. അപ്പൊ അവർ നിങ്ങൾക്ക് മനസ്സിലായി പേരുകൾ ഓർമ്മിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് രക്തം ഈ ആളാണെന്ന് ഓർക്കാം, അയാൾ എങ്ങനെയുള്ളതാണെന്ന് എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. മഞ്ഞപ്പിത്ത രസമുള്ള ആൾക്കാരെ പേര് ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? കണക്ക് ഇത് പഠിക്കാൻ പറ്റും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോക്രാറ്റസ് എന്ത് ചെയ്തിട്ടുണ്ട്? 4 തിരിച്ചിട്ടുണ്ട്: രക്തം, മഞ്ഞപ്പിത്ത രസം, ശ്ലേഷ്മം, അതുപോലെ തന്നെ ഏതാണ്? കറുത്ത പിത്തരസം. ഇങ്ങനെ 4 അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. 4നും പ്രത്യേക എന്താണ് ക്യാരക്ടർ പറയുന്നത്. അതായത് ഈ പറയുന്ന ഈ 4 ഏതാണോ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതായിരിക്കും അയാളുടെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ പേഴ്സണാലിറ്റി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് രണ്ടാമത്തെ ആളാണ് ക്രഷ്മർ എന്ന് പറയുന്നത്. ഇതെല്ലാം ടൈപ്പിൽ വരുന്ന ഇനത്തിൽ വരുന്നുണ്ട്, മറക്കൂലെ ഇന സിദ്ധാന്തങ്ങളാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. കായിക ഘടനയാണ്. നിങ്ങൾ ആലോചിക്കുക, കായിക ഘടനയും ഒരാളുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ക്രഷ്മർ പറയുന്നത്. ഒരാളുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് ആര് പറയുന്നത്? ക്രഷ്മർ പറയുന്നത്. ക്രഷ്മറിന്റെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനകളുണ്ട്. എന്താണ്? എസ്തെനിക്, അത്ലറ്റിക്, പിക്നിക്. ഇങ്ങനെ 3 അദ്ദേഹം തിരിക്കുന്നു. എസ്തെനിക് എന്നും അത്ലറ്റിക് എന്നും പിക്നിക് എന്നും ആര് തിരിക്കുന്നു? ക്രഷ്മർ തിരിക്കുന്നു. എസ്തെനിക് എന്നും അത്ലറ്റിക് എന്നും പിക്നിക് എന്നും ആര് തിരിക്കുന്നു? ക്രഷ്മർ തിരിക്കുന്നു. നമുക്ക് നോക്കാം. മലയാളത്തിൽ പറയുമ്പോൾ ഈ പറയുന്ന എസ്തെനിക് എന്ന് പറയുന്നത് എന്ത് വിളിക്കാം? ഈ പറയുന്ന ഇതാണ് നമ്മുടെ കൃഷഗാത്രൻ എന്നും, അതുപോലെ തന്നെ എന്താണ് അത്ലറ്റിക്കിനെ ആണെങ്കിൽ എന്ത് വിളിക്കാം? ദൃഢഗാത്രൻ എന്നും, പിക്നിക് ആണെങ്കിൽ എന്ത്? ഗോളഗാത്രൻ. അപ്പൊ നിങ്ങൾ പേരുകൾ പഠിക്കുമ്പോൾ ഇതുകൂടെ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് മാറിപ്പോലെ കേട്ടോ. എസ്തെനിക്കിനെ കൃഷഗാത്രൻ, അതായത് കൃഷഗാത്രൻ, അതുപോലെ തന്നെ അത്ലറ്റിക് എന്ന് പറയുന്നത് എന്താണ്? ദൃഢഗാത്രനും, പിക്നിക് എന്ന് വെച്ചാൽ ഗോളഗാത്രനുമാണ് കേട്ടോ. മലയാളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം വരണമെന്നില്ല പരീക്ഷയ്ക്ക് കേട്ടോ. എസ്തെനിക് എന്നും അത്ലറ്റിക് എന്നും പിക്നിക് എന്നും തന്നെ വരണമെന്നില്ല. ഇതെന്താണ്? കൃഷഗാത്രൻ, ഇത് ദൃഢഗാത്രൻ, ഇത് ഗോളഗാത്രനാണ്. മാറിപ്പോയത് 3 തമ്മിൽ മാറിപ്പോകില്ല കേട്ടോ. അപ്പൊ ഈസ്തെനിക് അല്ലെങ്കിൽ കൃഷഗാത്രൻ എന്ന് പറയുന്ന വ്യക്തി ഉയരമുള്ള വ്യക്തിയായിരിക്കും, തടിക്കുറവായിരിക്കും, ക്ഷീണത സ്വഭാവമായിരിക്കും. അതായത് ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള വ്യക്തി നിങ്ങൾ മനസ്സിൽ ഏസ്തെനിക്കാനുള്ള വ്യക്തി മനസ്സിലായിരിക്കും. ഉയരമുള്ള ഒരു വ്യക്തി, അതുപോലെ തടിക്കുറവാണ്, മെലിഞ്ഞിട്ട് ഉയരമുള്ള ഒരു വ്യക്തി, അത്യാവശ്യം ക്ഷീണമൊക്കെ തോന്നുന്ന ഒരു വ്യക്തി. ക്ഷീണമില്ലെങ്കിൽ കുഴപ്പമില്ല. ഉയരം കുറഞ്ഞ് അല്ലെ ഉയരം കൂടുതൽ തടി കുറഞ്ഞ ഒരു വ്യക്തി മനസ്സിലാലോചിക്കാം. അയാള് സമൂഹ ബന്ധങ്ങൾ എന്താണ് പുലർത്താതിരിക്കുക, തന്നിലേക്ക് ചുരുങ്ങുക, ഗൗരവ സ്വഭാവം, വൈകാരികത, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാലോചിക്കുക. അതായത് നമ്മുടെ എന്താണ് ക്രഷ്മർ പറയുന്നത്
എന്താണ് കായിക ഘടനയും വ്യക്തിത്വം തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഉയരമുള്ള തടി കുറഞ്ഞ മെലിഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ക്ഷീണ സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ബന്ധം ഇങ്ങനെയാണ്: സാമൂഹ്യ ബന്ധങ്ങളിൽ പുലർത്താതിരിക്കുകയോ തന്നിലേക്ക് ചുരുങ്ങി നിൽക്കുന്നതോ ഗൗരവ സ്വഭാവമോ വൈകാരികത കൂടുതലുള്ള ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാലോചിക്കും. ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിയാണ് അല്ലെ. 100% അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്, അല്ലെ പഠിച്ചത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. രണ്ടാമത്തത് അത്ലറ്റിക് അല്ലെങ്കിൽ ദൃഢഗാത്രൻ, ശരീരബലവും വികസിത പേശി മസിലൊക്കെ ഉള്ള നല്ല ശരീരബലമൊക്കെ ഉള്ള ഒരു വ്യക്തി മനസ്സിലാലോചിക്കാം. അദ്ദേഹം ഉന്മേഷ സ്വഭാവവും ശുഭാപ്തി വിശ്വാസമുള്ളതും ആയോജനക്ഷമതയുള്ളതും കായിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയൊക്കെ ആണോ എന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഇതും ശരിയാണ് അല്ലെ, ഇതും നമുക്ക് ശരിയാണെന്ന് പറയാം. ഇനി പിക്നിക് എടുക്കാം. പിക്നിക് ഗോളഗാത്രൻ, പൊക്കം കുറഞ്ഞ ശരീരം, ഉരുണ്ട ശരീര പ്രകൃതി, അമിതവണ്ണം, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ മനസ്സിലാലോചിക്കുക. സാമൂഹ്യ ബന്ധങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ, ശീലമുള്ള വ്യക്തിയാണോ, ലഘുവായി എല്ലാ കാര്യങ്ങളെയും കാണുന്ന പ്രവണതയുള്ളതാണോ, ഫലിതപ്രിയം, ഉല്ലാസപ്രിയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണോ എന്ത് ചെയ്യുക ഈ പറയുന്ന ഈ ആളെന്ന് നിങ്ങൾ മനസ്സിലാലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതും ശരിയാണ്. അപ്പൊ ക്രഷ്മർ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയായിട്ടാണ്? ഐസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. ഐസ്തനിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഐസ്തനിക് എന്ന് പറയുന്ന വ്യക്തി എന്താണ്? കൃഷഗാത്രനാണ്. അത്ലറ്റിക് എന്ന് പറയുന്നത് ദൃഢഗാത്രനെന്നും, പിക്നിക് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്നത് ഗോളഗാത്രൻ. ആ പേരുകൾ മാറിപ്പോലെ. അപ്പം ഉയരമുള്ള വ്യക്തി മെലിഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ നോക്കുക. ഇതൊന്ന് പഠിക്കുക കേട്ടോ. ആണോ അല്ലെങ്കിൽ നോക്കിയാൽ മതി, എന്നിട്ട് ഇത് പഠിക്കണം. അതുപോലെ എന്താണ്? അത്ലറ്റിക് ആയിട്ടുള്ള എന്താണ്? ശരീരബലവും വികസിത പേശികളുള്ള വ്യക്തിയായിരിക്കും. അയാൾ ഉന്മേഷ സ്വഭാവമുള്ളതും ശുഭാപ്തി വിശ്വാസമുള്ളതും കായിക പ്രവർത്തനങ്ങളിലൊക്കെ എന്താണ് താല്പര്യമുള്ള വ്യക്തിയൊക്കെ തന്നെയായിരിക്കും. അതുപോലെ ആയോധന കലകളിലൊക്കെ എന്താണ് ക്ഷമതയുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും. പിന്നെ പിക്നിക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോളഗാത്രൻ, ഉരുണ്ട പൊക്കം കുറഞ്ഞ ശരീരം, അമിത വണ്ണമൊക്കെ ഉണ്ടായിരിക്കും. അവർ സാമൂഹ്യ ബന്ധങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. ഉത്സാഹശീലമുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ആയിരിക്കും. പക്ഷേ 100% ഇങ്ങനെ ആവണമെന്നില്ല. ഇദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ടൈപ്പ് അപ്രോച്ച് ആണ്, ഇനമാണ് പറയുന്നത്. ഇനത്തിൽ നമ്മൾ ആദ്യം ഒരാളെ പറ്റി പഠിച്ചു, ഹിപ്പോക്രാറ്റസിനെ പറ്റി പഠിച്ചു. അതിലാണ് രസങ്ങളെ പറ്റി പറയാം. 4 രസത്തെ പറ്റി പറഞ്ഞു. ഇവിടെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ക്രിഷ്മറാണ്. ഇനി ഇതേപോലെ സംഭവം ആരും പറയുന്നുണ്ട്? ഷെൽഡനും പറയുന്നുണ്ട്. ഇതിലും പറയുന്നുണ്ട് ഐസ്തനിക് എന്ന് പറയുന്ന ഘടന ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരമായിരിക്കും. ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും. സാമൂഹ്യ ബന്ധങ്ങളെ വിമുഖത കാണിക്കും. അധികം ഇടപെടാറില്ല. പിൻവാങ്ങൽ ചെയ്യുന്ന സ്വഭാവമാണ്. വൈകാരികത കൂടുതലായിരിക്കും. വിഷാദ സ്വഭാവം. ഇങ്ങനെ ബോഡിയുള്ള വ്യക്തികൾ നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കുക കേട്ടോ. ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നത് ഐസ്തനിക് കായിക ഘടന അല്ലെങ്കിൽ കൃഷഗാത്രൻ എന്നാണ്. ഓക്കെ. ഇനി അത്ലറ്റിക്, ഇതാണ് അത്ലറ്റിക്. ഇത്രയും മസിൽ വരണമെന്നില്ല, എന്നാലും ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. വികസിത പേശികളും ദൃഢശരീരമുള്ള വ്യക്തിയായിരിക്കും. ഉന്മേഷ സ്വഭാവം ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം. കായിക പ്രവർത്തനത്തിൽ താല്പര്യം ഉണ്ടായിരിക്കും. ദൃഢഗാത്രൻ എന്നാണ്, ദൃഢഗാത്രൻ. ഓക്കെ. അടുത്തത് പിക്നിക് ആയിരിക്കും. എന്താണ്? പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം. ഉല്ലാസപ്രിയരാണ്, സംസാരപ്രിയരാണ്. സാമൂഹ്യ ബന്ധങ്ങൾ താല്പര്യം ഉണ്ടായിരിക്കും. പൊണ്ണത്തടി ആയിരിക്കും. ഭയങ്കര തടി ഉണ്ടാവണമെന്നില്ല, അത്യാവശ്യം തടി ഉണ്ടായിരിക്കും. കാര്യങ്ങൾ ലഘുവായി എന്ത് ചെയ്യണം? കാണുന്ന പ്രവണത ഉണ്ടാവും. ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നത് എന്താണ്? പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ എന്നാണ്. എന്താണ്? ഗോളഗാത്രൻ. ഓക്കെ. ഇനി 3ാമത്തെ വ്യക്തിയാണ് ഷെൽഡൻ എന്ന് പറയുന്നത്. ആരാണ്? ഷെൽഡൻ. അപ്പൊ 3ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഷെൽഡൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയത് ആരാണ്? ഇദ്ദേഹം എന്ത് തന്നെയാണ്? വ്യക്തിത്വ വർഗീകരണം എന്തിനാണ്? ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ കായികം പറഞ്ഞു, ഇപ്പൊ എന്താണ്? ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വം എന്താണ്? 3 ആയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്രയാണ്? 3 ആയിട്ട്. എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്. നേരത്തെ പോലെയാണ്. എൻഡോ എന്ന് പറയുമ്പോൾ എൻഡോ അകത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അകത്തിരിക്കുന്ന അധികം എന്താണ് എക്സസൈസ് ചെയ്യാതെ ഇച്ചിരി എന്താണ് തടിച്ച് അധികം പൊക്കമില്ലാത്ത ഒരു വ്യക്തിയാണ് എൻഡോമോർഫിക് എന്ന് വിചാരിക്കുക. മീസോമോർഫിക് നേരത്തെ പറഞ്ഞ ദൃഢഗാത്രൻ ഓർത്താൽ മതി. എൻഡോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെലിഞ്ഞിട്ടുള്ള അതായിരിക്കും അല്ലെ. അപ്പൊ എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്, ഇങ്ങനെ 3 ആയിട്ട് ആര് തിരിച്ചു? ഷെൽഡൻ ഇതിനെ ക്ലാസിഫൈ ചെയ്തു. എൻഡോമോർഫിക് എന്നും മീസോമോർഫിക് എന്നും എക്ടോമോർഫിക് എന്നും ആര് ക്ലാസിഫൈ ചെയ്തു? ഷെൽഡൻ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ. ഇതിൽ കാണിക്കുന്നുണ്ട് എൻഡോമോർഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? മസിലൊന്നും അധികം ഇല്ലാത്ത ആ ഒരു ക്യാരക്ടറാണ്. മീസോമോർഫിക് നേരത്തെ സൈൻസ് ആണ്, ദൃഢഗാത്രൻ. അതുപോലെ എക്ടോമോർഫിക് എന്താണ്? മെലിഞ്ഞ പൊക്കം കൂടിയ ആൾക്കാരെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം എൻഡോമോർഫിക് ഉരുണ്ട തടിച്ച മൃദുവായ ശരീരമാണ് എൻഡോമോർഫിക്. എൻഡോ വെച്ചാൽ അകത്തിരിക്കുന്ന ആൾക്കെന്ന് വിചാരിക്കുക. അത് എക്സസൈസ് ചെയ്യാതുകൊണ്ട് തന്നെയാണ് ഉരുണ്ട് തടിച്ച് മൃദുവായ ശരീരമായിരിക്കും. സമൂഹ ബന്ധങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കും. സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരിക്കും അവർക്കെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെ മനസ്സിലാക്കി നോക്കുക. എൻഡോമോർഫിക് ആണ്, ഉരുണ്ട് തടിച്ച് മൃദുവായ ശരീരമാണ്. സാമൂഹ്യ ബന്ധങ്ങളിൽ താല്പര്യമായിരിക്കും. സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരിക്കും. ഇനി മെസോമോർഫിക് ശരീരബലവും വികസിത പേശികളും ആയിരിക്കും. ശരീരബലവും ഉണ്ടായിരിക്കും, വികസിത പേശി നമ്മൾ നേരത്തെ പഠിച്ചുള്ള ദൃഢഗാത്രൻ അത് തന്നെയാണ് മീസോമോർഫിക് എന്ന് പറയുന്നത്. ഉന്മേഷം ഉണ്ടായിരിക്കും. ദൃഢമായ അഭിപ്രായം, എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും ആരെന്ന് പറയുന്നത്? ഷെൽഡൻ അതിന്റെ മീസോമോർഫിക്കിൽ വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി
എക്ടോമോർഫിക് എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങി കളിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, മെലിഞ്ഞ ആൾക്കാരായിരിക്കും. അകത്തിരിക്കുമ്പം തടിച്ചിരിക്കുന്നു, പുറത്തിരിക്കും എന്നെ കുറിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ചൊരു മെലിയുമല്ലോ. അതാണ് പൊക്കമുള്ള നേർത്ത ശരീരമായിരിക്കും എക്ടോ. എൻഡോ അകത്തും എക്ടോ പുറത്തും, അങ്ങനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് എൻഡോ അകത്തും എക്ടോ പുറത്തും. അപ്പോൾ അവരെന്താണ് പൊക്കമുള്ള നേർത്ത ശരീരമുള്ള വ്യക്തികളായിരിക്കും. അവരെന്താണ് ഭയന്ന ഭാവം ഉണ്ടായിരിക്കും, അന്തർമുഖത ഉണ്ടായിരിക്കും. അത് അങ്ങനെയുള്ളൊരു വ്യവഹാരമാണ് ആർക്ക് വരുന്നത്, ഈ പറയുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും വരുന്നത്. അതായത് ഉള്ളിലോട്ട് ഒതുങ്ങി അകത്തേനെ ഇരിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ആർക്ക് വരുന്നത്, നമ്മുടെ എക്ടോമോർഫിക്കിന് വരുന്നത്. പെസിമിസ്റ്റ്, അതുപോലെ അൺസോഷ്യബിൾ. അതുപോലെ എന്താണ് പെസിമിസ്റ്റ് എന്താണ്, നമുക്ക് ഈ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്, അൺസോഷ്യബിൾ ആണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവർ വരുന്നത് എക്ടോമോർഫിക്കിൽ വരുന്നത്. ഇവരെന്താണ് ലൈക്സ് ടു വർക്ക്, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും മെസോമോർഫിക്കിൽ വരുന്നത്. മറ്റവരാരാണ് എൻഡോമോർഫിക്കിൽ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കുകയും സോഷ്യലൈസ് ചെയ്യുകയും അഫക്ഷനായിട്ട് എല്ലാ ആൾക്കാർക്കും അഫക്ഷനൊക്കെ കാണിക്കുന്ന ഒരു ആൾക്കാരാണ് ഇവിടെ വരുന്നത്, എൻഡോമോർഫിക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് ഷെൽഡന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞാണ് എൻഡോ എന്ന് പറയുമ്പോൾ എന്താണ്, ഉരുണ്ട തടിച്ച മൃദുവായ ശരീരം, സാമൂഹിക ബന്ധങ്ങളിൽ താല്പര്യമുള്ളവരും സ്നേഹത്തോടുള്ള പെരുമാറ്റത്തോടും കൂടിയവരെയാണ് ആരെന്ന് പറയുന്നത് എൻഡോമോർഫിക് എന്ന് പറയുന്നത്. കരുതുന്ന വ്യക്തികളെയാണ് എൻഡോമോർഫിക് എന്ന് പറയുന്നത്. ഇനി മീസോമോർഫിക് എന്താണ്, ദൃഢമായ പേശികളോട് കൂടി ശരീരമുള്ളവർ, വളരെ ഉറച്ച അഭിപ്രായം തീരുമാനങ്ങളുള്ളവർ, ഉന്മേഷവാന്മാരായിരിക്കും കരുതപ്പെടുന്നു. ആരാണ് ഈ പറയുന്നത്, മെസോമോർഫിക് എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ. ഇനി എക്ടോ എന്ന് പറയുമ്പോൾ പൊക്കമുള്ള മെലിഞ്ഞ ശരീരം, അന്തർമുഖരും ഭീതിയോടും കൂടിയവരെയാണ് എന്ത് വിളിക്കുന്നത്, എക്ടോമോർഫിക് എന്ന് വിളിക്കുന്നത്. ആരാണ് ഇങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത്, ഷെൽഡൻ ആണ്, മാറിപ്പോകരുത്. അപ്പൊ നമ്മള് ഈ പറയുന്ന ഇന്ന് പഠിച്ചത് എന്താണ്, ടൈപ്പ് അപ്രോച്ച് ആണ്. ഏതാണ് ടൈപ്പ് അപ്രോച്ച് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്, ഇന സിദ്ധാന്തം, ഇനം. ഓക്കെ, ടൈപ്പ് ആണ് ഇന്ന് പഠിച്ചത്. ഒന്ന് മനസ്സിലാക്കി നോക്കുക, നമ്മൾ ഏതൊക്കെയാണ് പേരുകൾ പഠിച്ചത്, 3 കാര്യങ്ങൾ പഠിച്ചത് അല്ലേ. നമ്മൾ ആദ്യം പരിപക്വത പഠിച്ചു അല്ലേ. ഈ പറയുന്ന ആൽപോർട്ട് പറഞ്ഞ പരിപക്വത അല്ലെങ്കിൽ എന്താണ് മെച്യൂർഡ് പേഴ്സണാലിറ്റിക്ക് 6 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതൊന്ന് ഓർത്തിരിക്കാം. ഒരു വ്യക്തി മെച്യൂർഡ് ആണെന്ന് പറയണമെങ്കിൽ 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അത് പറയുക. അതുപോലെ തന്നെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്, പെർസോണ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്, വിച്ച് മീൻസ് മാസ്ക് ആണ്, അത് നമ്മൾ പഠിച്ചു. അതുപോലെ പിന്നെ എന്ത് പഠിച്ചു, അതിനുശേഷം 3 കാര്യങ്ങൾ പഠിച്ചു. ഇന്ന സിദ്ധാന്തത്തിൽ 3 ആൾക്കാരെ പറ്റിയാണ് പഠിച്ചത്. ആദ്യത്തെ ആരാണ്, ആൽപോർട്ടാണ്. ആൽപോർട്ടിനെ പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഏതിനെ പറ്റി പഠിച്ചു, ആൽപോർട്ടല്ല ആദ്യം പഠിച്ച ആരാണ്, നമ്മൾ പഠിച്ച ഹിപ്പോക്രാറ്റസ് ആണ്, പിന്നെ ക്രഷ്മർ ആണ്, പിന്നെ ഷെൽഡൻ ആണ്. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുമ്പോൾ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, രക്തം, കറുത്ത പിത്തരസം, ശ്ലേഷ്മം, പിന്നെ എന്താണ് മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ആര് വന്നു, ക്രഷ്മർ വന്നു. അദ്ദേഹം എത്രയായിട്ട് തിരിച്ചു, 3 ആയിട്ട് തിരിച്ചു. ഇപ്പൊ ആരാണ്, ഷെൽഡനും 3 ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകാതെ പഠിക്കണം. കാര്യം ഇന സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, ഇതെല്ലാം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്തിനെ പറ്റി പഠിക്കും, ട്രൈറ്റ്സിനെ പറ്റി പഠിക്കും, സവിശേഷതകളെ പറ്റി പഠിക്കും. ട്രൈറ്റ്സിനെ പറ്റി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഇന്ന് പഠിച്ചത് എന്താണ്, ടൈപ്പാണ്. ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ട്രൈറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.